ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. Extract of nature. Samiya's Wedding Arcade, SBT Building, Velakudi, Kunnikode. Revati Furniture, Agasthyakode, Anchal. Phone 0475 2273 634. തേക്ക്, ഈട്ടി മുതലായ തടികളിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ മിതമായ വിലയ്ക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ. രേവതി ഫർണിച്ചർ, അഗസ്ത്യക്കോട്, അഞ്ചൽ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്ത്യക്കോട്, അഞ്ചൽ. കാട്ടുപന്നിയെ വേട്ടയാടി ഇറച്ചി വിൽപ്പന നടത്തിയ കുളത്തൂപ്പുഴ സ്വദേശി പിടിയിൽ. ആദ്യം പ്രധാന വാർത്ത. ആര്യങ്കാവ് വനമേഖലയിൽ ചന്ദനക്കടത്ത് വ്യാപകം. 3 ചന്ദനമോഷ്ടാക്കൾ പിടിയിൽ. പുനലൂരിൽ വാഹനാപകടം. ബൈക്കും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. ദീപാവലി ആഘോഷത്തിന് നാടൊരുങ്ങി. പടക്ക വിപണി സജീവം. അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനം. വാർത്തകൾ വിശദമായി. ആര്യങ്കാവ് വനമേഖലയിൽ നിന്നും ചന്ദനത്തടി മുറിച്ചു കടത്താൻ ശ്രമിച്ച 3 തമിഴ്നാട് സ്വദേശികളെ വനപാലകർ പിടികൂടി. ഇവരിൽ നിന്നും 50 കിലോയോളം ചന്ദനത്തടിയും 1,37,000 രൂപയും പിടിച്ചെടുത്തു. ആര്യങ്കാവ് കടമാൻപാറയിൽ നിന്നും ചന്ദനത്തടി മുറിച്ചു കടത്താൻ ശ്രമിച്ച 3 തമിഴ്നാട് സ്വദേശികളെയാണ് വനപാലകർ പിടികൂടിയത്. ചെന്നൈ വണ്ണാറപ്പാട്ട് സ്വദേശികളായ യൂസഫ്, അബൂബക്കർ, ചെങ്കോട്ട കാരക്കുടി സ്വദേശി മുരുകേശൻ എന്നിവരാണ് പിടിയിലായത്. ഏകദേശം 50 കിലോയോളം തൂക്കം വരുന്ന ചന്ദനത്തടിയാണ് മോഷ്ടാക്കൾ കടത്താൻ ശ്രമിച്ചത്. ബുധനാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം. 10 പേർ അടങ്ങുന്ന വനംകൊള്ള സംഘമാണ് കടമാൻപാറ ചന്ദനത്തോട്ടത്തിൽ നിന്നും ചന്ദനം മുറിച്ചു കടത്താൻ ശ്രമിച്ചതെന്ന് പറയപ്പെടുന്നു. ഈ സമയം ഫീൽഡിലുണ്ടായിരുന്ന ഫോറസ്റ്റ് വാച്ചർ ആര്യങ്കാവ് റേഞ്ച് ഓഫീസർക്ക് വിവരം കൈമാറി. തലപ്പാറ, ഇടപ്പാളയം ഫോറസ്റ്റ് സെഷനുകളിലെ വനപാലകർ ആര്യങ്കാവ് റേഞ്ച് ഓഫീസർ GS ജമാലുദ്ദീന്റെ നേതൃത്വത്തിൽ കാട് കയറി മോഷ്ടാക്കളെ പിടികൂടുകയായിരുന്നു. ആര്യങ്കാവ് റേഞ്ചിലെ കടവമ്പാറ ഏരിയയിലാണ് നമുക്ക് ഇന്നലെ ഈ ഒഫൻസ് ഉണ്ടായിട്ടുള്ളത്. അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്വാഭാവിക ചന്ദനമരങ്ങളുള്ളത്. ഇതിൽ മെയിൻ അക്യൂസ്ഡുകൾ തമിഴ്നാട് കർക്കുടി, കുടിയാറ ഭാഗങ്ങളിലുള്ള ആൾക്കാരാണ്. ഒരു മുരുകേഷൻ്റെ നേതൃത്വത്തിലാണ് ഇന്നലെ ഓപ്പറേഷൻസ് നടന്നത്. ബാക്കി ഒരു 8ഓളം ആൾക്കാർ ഈ ഓപ്പറേഷനിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്കിപ്പം 3 പേരെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. അതിൽ 2 പേര് ഇതിൻ്റെ ട്രേഡേഴ്സാണ്, ചെന്നൈ സ്വദേശികളാണ്. അവർ മെയിനായിട്ട് ഒരു കാർ ട്രേഡിങ് കൂടെ നടത്തുന്നുണ്ട്. ഓരോ പ്രാവശ്യം ഓരോ പുതിയ വെഹിക്കിളിലാണ് ഇവർ ഓപ്പറേഷൻസ് നടത്തുന്നത്. ഒരു ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ ആ കാർ വിൽക്കുക, പുതിയ കാറിലാണ് അവർ വരുന്നത്. സ്പോട്ടിൽ തന്നെ ട്രേഡ് നടക്കുന്നുണ്ട്. വാഹനത്തിനുള്ളിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന 1,35,000 രൂപയും വനപാലകർ കണ്ടെടുത്തു. തടി കടത്താൻ ശ്രമിച്ച സ്കോർപിയോ വാനും പിടികൂടി. സ്കോർപിയോ വാന്റെ പിൻഭാഗത്ത് സൂക്ഷിച്ചിരുന്ന 2 മുതൽ 3 അടി വരെ നീളമുള്ള 15ഓളം ചന്ദനമുട്ടികളാണ് പിടികൂടിയത്. വാഹനത്തിന്റെ ഇരുഭാഗത്തെയും നമ്പർ പ്ലേറ്റുകൾ മറച്ച നിലയിലായിരുന്നു. മോഷ്ടാക്കളുടെ പക്കൽ നിന്നും ഭാരം തൂക്കാനുള്ള സാധാരണ ത്രാസും ഡിജിറ്റൽ ത്രാസും ബാങ്ക് വഴി പണമിടപാട് നടത്തിയതിന്റെ രേഖകളും ചെന്നൈ കേന്ദ്രമാക്കിയ ചന്ദനത്തൈല കടകളുടെ വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ചെങ്കോട്ട സ്വദേശിയായ മുരുകേശനാണ് മോഷണത്തിന്റെ പ്രധാന ആസൂത്രകനെന്നും പറയപ്പെടുന്നു. ഡിജിറ്റൽ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്, മീൻസ് വെയിങ് മെഷീൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളായിട്ടാണ് ഇവർ ഓപ്പറേഷൻസിന് വരുന്നത്. ഇത് മണി ട്രാൻസാക്ഷൻ എനിക്ക് തോന്നുന്നു ഒരു ഓൺലൈൻ അല്ലെങ്കിൽ ഒരു ത്രൂ ബാങ്കാണ്. ഡയറക്റ്റ് ഡീലിങ്സ് ഒന്നുമില്ല. നമുക്ക് ബാങ്ക് ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പെർഫ്യൂമറി കമ്പനിയുടെ ബ്രോഷറും ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു സാൻഡൽ ഓയിൽ
ഫാക്ടറിയിൽ അല്ലെങ്കിൽ ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ് ഇതിൻ്റെ പിന്നിൽ ട്രേഡിന് വരുന്നത്. ഇവർ പരസ്പരം കോൾ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവരുടെ ഫോൺ റിക്കവർ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. ബാക്കി രക്ഷപ്പെട്ട ആൾക്കാരെ ഇൻവെസ്റ്റിഗേഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റ് ഓഫീസർമാരായ ലാൽകുമാർ, പ്രസാദ്, മണികണ്ഠൻ, അജി എന്നിവരും പ്രതികളെ പിടികൂടാനുണ്ടായിരുന്നു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. കിഴക്കൻ മേഖലയിൽ വനം കൊള്ള വ്യാപകമാവുകയാണ്. ചന്ദനം ഉൾപ്പെടെയുള്ള വിലയേറിയ മരങ്ങൾ ഇവിടെ നിന്ന് മുറിച്ചു കടത്തുമ്പോഴും മതിയായ സൗകര്യങ്ങളില്ലാത്തത് വനപാലകരെ ഒട്ടൊന്നുമല്ല വലയ്ക്കുന്നത്. കിഴക്കൻ മലയോര മേഖലയിൽ ചന്ദനത്തടി ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള തടികൾ മോഷ്ടിക്കപ്പെടുന്നത് വ്യാപകമാവുകയാണ്. കഴിഞ്ഞ വർഷം ആര്യങ്കാവ് റേഞ്ച് പരിധിയിൽ മാത്രം 15ഓളം ചന്ദനമോഷണ കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ വർഷം തന്നെ 3 കേസുകൾ ഇതിനോടകം രജിസ്റ്റർ ചെയ്തു. ചന്ദനം ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള പല തടികളും വനത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെടുമ്പോഴും മതിയായ സൗകര്യങ്ങളില്ലാതെ നട്ടം തിരിയുകയാണ് വനപാലകരും. സ്റ്റാഫ് കുറവാണെന്നോ അല്ലെങ്കിൽ ഇല്ലാത്ത അവസരങ്ങളിലൊക്കെ ഇന്റിമേറ്റ് ചെയ്യാൻ പറ്റും. ഒരു തേർഡ് പാർട്ടി വേണമെങ്കിൽ അറിയാം നമ്മുടെ ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ സെക്ഷനിൽ സ്റ്റാഫുകളുണ്ടോ എന്നൊക്കെ അറിയാൻ ഉള്ള ചാൻസുകളുണ്ട്. അത് ഇതുവരെ നമുക്ക് ലോക്കൽ സപ്പോർട്ടിനെ കുറിച്ച് ഇതുവരെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. ആയുധധാരികളായ വനം കൊള്ളക്കാരെ ആയുധങ്ങൾ ഇല്ലാതെ തന്നെ വേണം വനപാലകർ വനത്തിനുള്ളിൽ നേരിടാൻ. ഉൾക്കാട്ടിലെ തെരച്ചിലിനും മറ്റുമായി ആധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നെങ്കിലും അതൊന്നും നടപ്പായിട്ടില്ല. ഇതും വനപാലകരെ ഒട്ടൊന്നുമല്ല വലയ്ക്കുന്നത്. അവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ വെപ്പൺസ് ഒന്നും ഇല്ലാത്തതെന്നുള്ള കാര്യം അവർക്ക് അറിയാൻ പറ്റും. പലപ്പോഴും നമ്മുടെ സ്റ്റാഫ് ഫീൽഡിൽ ഡയറക്റ്റ് എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ പിടിക്കാൻ പറ്റാത്തതിന് കാര്യം നമുക്ക് വെപ്പൺസിൻ്റെ ഒരു അഭാവമാണ്. പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഡയറക്റ്റ് ഓൺ ദ സ്പോട്ടിൽ നമുക്കിവിടെ അറിയുവാണെങ്കിൽ നമുക്ക് ത്രൂ വർക്കിൽ നമുക്ക് താഴെ നിന്ന് അവരെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് നിലവിലിപ്പോൾ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു കുറച്ച് കിലോമീറ്റേഴ്സ് കുറേ സ്പോട്ടുകളുണ്ട്. മൊബൈൽ റേഞ്ച് കിട്ടുന്ന സ്പോട്ടിൽ പോയി മാത്രമേ നമുക്ക് റേഞ്ച് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് മെസ്സേജ് തരാനും നമുക്ക് ഇവിടെ നിന്നുള്ള സ്റ്റാഫിനെ മൊബിലൈസ് ചെയ്യാനും പറ്റുള്ളൂ. എന്നാൽ വനം കൊള്ളക്കാർക്ക് പ്രാദേശികമായും വനംവകുപ്പ് തലത്തിലും സഹായങ്ങൾ ലഭിച്ചു വരുന്നതായും ആക്ഷേപമുയരുന്നുണ്ട്. ചില വനപാലകർ വനം കൊള്ളക്കാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നതായും ആരോപണമുയരുന്നു. വനം മന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ വനംകൊള്ള വ്യാപകമായിട്ടും ശാശ്വതമായ പരിഹാരത്തിനായി യാതൊരു നടപടികളും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധവും ശക്തമാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല. കാട്ടുപന്നിയെ വേട്ടയാടി ഇറച്ചി വിൽപ്പന നടത്തിയാൽ അറസ്റ്റിൽ. കുളത്തൂപ്പുഴ ആമക്കുളം സ്വദേശി വിൻസെന്റാണ് പിടിയിലായത്. സ്ഫോടക വസ്തു ഉപയോഗിച്ച് കാട്ടുപന്നിയെ വേട്ടയാടി ഇറച്ചി വിൽപ്പന നടത്തിയ സംഘത്തിലെ ഒരാളെ വനപാലകർ അറസ്റ്റ് ചെയ്തു. കുളത്തൂപ്പുഴ ആമക്കുളം ഹാപ്പി കോട്ടേജിൽ മോസസ് എന്ന് വിളിക്കുന്ന വിൻസെന്റ് ആണ് അറസ്റ്റിലായത്. അഞ്ചൽ റേഞ്ച് ഓഫീസർ MR ജയന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കാട്ടുപന്നിയെ വേട്ടയാടി വിൽപ്പന നടത്തുന്ന ഇയാൾ മുൻപ് ചാരായ കേസിലും പിടിയിലായിട്ടുണ്ട്. കേസിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സംശയത്തെ തുടർന്ന് വനപാലകർ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കാട്ടുപന്നിയുടെ ജഡം അഞ്ചൽ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ഷാഹുൽ ഹമീദ് പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മറവ് ചെയ്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂരിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. ബൈക്ക് യാത്രികരായ 2 യുവാക്കൾക്കും ബസ് യാത്രികരായ 2 തമിഴ്നാട് സ്വദേശികൾക്കുമാണ് പരിക്കേറ്റത്. ബൈക്ക് യാത്രികരായ വെള്ളിമല AR മൻസിലിൽ ഷമീർ, ഹാഷിം മൻസിലിൽ ഹാഷിം എന്നിവർക്കും ബസ് യാത്രികരായ തമിഴ്നാട് സ്വദേശികളായ മാടസ്വാമി പെരുമാൾ എന്നിവർക്കുമാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച വൈകിട്ട് 4:30 പുനലൂർ TB ജംഗ്ഷനിലായിരുന്നു അപകടം. പുനലൂരിലേക്ക് വന്ന സ്വകാര്യ ബസും വെള്ളിമലയിലേക്ക് പോയ ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. വാഹനങ്ങളുടെ അമിത വേഗമാണ് അപകടത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷമീറിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റുള്ളവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പുനലൂർ പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം കടയ്ക്കാമൺ കോളനിയുടെ കവാടത്തിൽ പ്രധാന പാതയുടെ അരികിൽ അപകടക്കണി. കേബിൾ സ്ഥാപിക്കാനായി സ്വകാര്യ കമ്പനി സ്ഥാപിച്ച കുഴിയാണ് അപകടം വിതയ്ക്കുന്നത്. പുനലൂർ പത്തനാപുരം പ്രധാന പാതയ്ക്കരികിലായി കടയ്ക്കാമൺ കോളനിയിലേക്ക് തിരിയുന്ന ഭാഗത്ത് സ്വകാര്യ കമ്പനി കേബിൾ സ്ഥാപിക്കുന്നതിനായി എടുത്ത ആഴമുള്ള കുഴി അപകടം സൃഷ്ടിക്കുന്നു. ഓട്ടോറിക്ഷയും ഇരുചക്ര വാഹനങ്ങളും അടക്കം നിരവധി വാഹനങ്ങൾ പ്രധാന പാതയോട് ചേർന്ന ഈ കുഴിയിൽ അകപ്പെട്ട് അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഈ കേബിള് നന്നാക്കുന്നതിന് വേണ്ടിയാണ് ഈ കുഴി ഇങ്ങനെ എടുത്തിട്ടുള്ളത്. കാരണം ഈ കുഴിയോട്ടുമലയിലെ പൈപ്പിന്റെ ലൈൻ വന്നപ്പോഴത്തേക്ക് കേബിള് പൊട്ടിപ്പോയി. അപ്പൊ അത് നന്നാക്കാനായിട്ടാണ് എടുത്തത്. പക്ഷേ ഇത് കുഴിയെടുത്ത് അവരാ പണി കഴിഞ്ഞ് ഇത് മൂടണം അപ്പടി. കാരണം അനേകം സ്കൂൾ കുട്ടികളും മറ്റുള്ളവരും വലിയവരും ചെറിയവരും എല്ലാവരും ഇത് ഭയങ്കരമായിട്ട് സഞ്ചരിക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ അത് ബസ് ഇവിടെ കൊണ്ടുവന്നാണ് നിർത്തുന്നത്.
ബസ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി പിന്നെ പിള്ളേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനുള്ള സൗകര്യമില്ല. അപ്പം ഒരുപാട് പിള്ളേർ ഈ കുഴിയിലോട്ട് മറിഞ്ഞു വീഴുന്നുണ്ട്. അപ്പം പണി അവർ ചെയ്തോട്ടെ, പണി ചെയ്തിട്ട് ഈ കുഴി അപ്പോഴേ മൂടണം. ഒരുപാട് നാളായി അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. പലരും വീണ്, കൊച്ചു പിള്ളേർ വീഴുന്നതാ കഷ്ടം. ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന പിള്ളേർ ഇതിലേ വരാൻ സ്ഥലമില്ല. വേറൊരു ബസ്സും കൂടെ അപ്പുറത്തൂടെ പോകുവാണെങ്കിൽ ഒട്ടും സ്ഥലമില്ല. അപ്പം അതുകൊണ്ട് ഇത് അവർ പണി ചെയ്തോട്ടെ, പണി ചെയ്തിട്ട് അടിയന്തരമായിട്ട് ഈ കുഴി മൂടിയില്ലെങ്കിൽ വലിയ അപകടമാണ്. അതിനൊരു പ്രതിഷേധം ഞങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഈ റോഡൊക്കെ ഇങ്ങനെ വെട്ടിക്കുടിച്ചിട്ട് ഈ അപകടം ഉണ്ടാക്കിയിടാം. അത് അപകടം. ഇപ്പോൾ ഒരു വണ്ടി അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട്, ആ വണ്ടി ഇങ്ങോട്ട് വന്ന വഴിക്കാണ് കുട്ടിയുടെ ഇറമ്പിക്കൂടെ വന്നത്. എന്നാൽ എന്തായാലും ഒരു അപകടം ഉണ്ടായിട്ടില്ല. കടക്കാമൺ അംബേദ്കർ കോളനിയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തെ ഈ കുഴി നിരന്തരമായി അപകടം സൃഷ്ടിക്കുന്നതായി ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ടെങ്കിലും യാതൊരു തരത്തിലുമുള്ള നടപടികളും സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. കഴിഞ്ഞ 32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ദേവി ഇലക്ട്രിക്കൽ ഏജൻസീസിന്റെ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ഡിവിഷന്റെ നവീകരിച്ച ഷോറൂം. 25,000 സ്ക്വയർ ഫീറ്റിൽ വിസ്തൃതമായ ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഐറ്റംസ് എന്നിവയുടെ ഡിസ്പ്ലേ. ദേവി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, പെട്രോൾ പമ്പിന് എതിർവശം, MC റോഡ്, ഏനാർ. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനായി ഭീമ സ്കൂൾ പദ്ധതിക്ക് തുടക്കമായി. പത്തനാപുരം അല്ലമാൻ പബ്ലിക് സ്കൂളിൽ പദ്ധതിയുടെ ഉദ്ഘാടനം LIC സീനിയർ മാനേജർ നാഗരാജൻ നിർവഹിച്ചു. LIC നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ സമ്പാദ്യശീലത്തിന്റെ പ്രാധാന്യവും മഹത്വവും ബോധ്യപ്പെടുത്തുന്നതിനായി നടപ്പാക്കി വരുന്ന ഭീമാസ് പദ്ധതി പത്തനാപുരത്തെ അല്ലമീൻ പബ്ലിക് സ്കൂളിലും ആരംഭിച്ചു. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ സീനിയർ ബ്രാഞ്ച് മാനേജർ B നാഗരാജൻ ഉദ്ഘാടനം ചെയ്തു. അല്ലമീൻ പബ്ലിക് സ്കൂൾ മാനേജർ ഷെരീഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗവും മുതിർന്ന പൊതുപ്രവർത്തകനുമായ CR നജീബ് മുഖ്യ പ്രഭാഷണം നടത്തി. രാജ്യത്ത് നിലനിൽക്കുന്ന ഏറ്റവും സുരക്ഷിതമായ സാമ്പത്തിക സമ്പാദ്യ സ്ഥാപനമാണ് LIC എന്ന് CR നജീബ് മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു. ക്ലാസ് തലത്തിൽ വിവിധ മേഖലകളിൽ ഉന്നത നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികളെ ഭീമാസ് സ്കൂൾ പദ്ധതിയുടെ ഭാഗമായി ട്രോഫിയും സർട്ടിഫിക്കറ്റും നൽകി അനുമോദിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഗീതാകുമാരി, LIC പ്രോഗ്രാം കോർഡിനേറ്റർമാരായ G ദിലീപ് കുമാർ, ചന്ദ്രശേഖരൻ പിള്ള, നജീറ ബീവി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ചടങ്ങിൽ അല്ലമീൻ പബ്ലിക് സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളും അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കുകൊണ്ടു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനർനിർമ്മിച്ച ആവണീശ്വരം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ കൂദാശാകർമ്മവും പൊതുസമ്മേളനവും നടന്നു. സാധുജന സഹായനിധി വിതരണം, സുവനീർ പ്രകാശനം തുടങ്ങിയ വിവിധ പരിപാടികളും ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. പുനർനിർമ്മിച്ച ആവണീശ്വരം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ കൂദാശാകർമ്മവും പൊതുസമ്മേളനവുമാണ് കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചത്. പൊതുസമ്മേളനം കൊച്ചി ഭദ്രാസനാധിപൻ യാക്കോബ് മാർ ഐറേനിയസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. ഈ 7 സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ ഉത്സാഹത്തിൽ ചെറിയ ആരാധനാലയങ്ങളുണ്ടായി. അതിലൊന്നാണ് ഇതിന്റെ വളരെ ഉണ്ടായിരുന്ന ഓല കൊണ്ട് നിർമ്മിച്ച
പിന്നീട് ഈ 7 പള്ളികളും അനുബന്ധ സ്ഥലങ്ങളിലും അന്ന് ഇതെല്ലാം കൊല്ലഭദ്രാസനത്തിന്റെ അതിർത്തിയിലായി. ഇത് മുഴുവൻ കൊല്ലഭദ്രാസനത്തിന് എഴുതി കൊടുത്തു. ഇന്നത് 2-3 ഭദ്രാസനങ്ങളായി വളർന്നു. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനാധിപൻ യൂഹന്നാൻമാർ തേവോദേറോസ് മെത്രാപ്പൊലീത്ത ചടങ്ങിൽ അധ്യക്ഷനായി. പള്ളി വികാരി ഫാദർ ഐസക് ബി പ്രകാശ് സ്വാഗതം പറഞ്ഞു. കുന്നിക്കോട് നിന്നും വിശിഷ്ടാതിഥികളെ സ്വീകരണ ഘോഷയാത്രയോടെ പള്ളിയിലേക്ക് ആനയിച്ചു. തുടർന്നാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി ദേശത്തിന്റെ അനുഗ്രഹമായി നാടിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ വളർച്ചയിൽ ക്രിസ്തീയ സാക്ഷ്യമായി നിലകൊള്ളുന്നു. പ്രത്യാശയും പ്രതീക്ഷയും അഭയവും ആലംബവുമായ വിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിലുള്ള ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഈ രാജവീതികളിലൂടെ കടന്നു വരുന്നത് ആവണീശ്വരം ഗ്രാമം സക്കറിയ മാർ അന്തോണിയോസ് മെത്രാപ്പൊലിത്ത, സക്കറിയ മാർ തെയോഫിലോസ് മെത്രാപ്പൊലിത്ത, എബ്രഹാം മാർ എപ്പിഫാനിയസ് മെത്രാപ്പൊലിത്ത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജീവകാരുണ്യ നിധിയുടെ വിതരണോദ്ഘാടനം കൊടിക്കുന്ന് സുരേഷ് MP നിർവഹിച്ചു. KB ഗണേഷ് കുമാർ MLA സുവനീർ പ്രകാശനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്. പരാധീനതയിൽപ്പെട്ട് ഉഴലുകയാണ് അഞ്ചൽ കാളച്ചന്ത. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇവിടെ ഏർപ്പെടുത്താത്തത് വൻ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കുന്നു. പുനലൂർ താലൂക്കിലെ ഏറ്റവും പഴക്കം ചെന്നതും പ്രസിദ്ധവുമായ ചന്തയാണ് അഞ്ചലിലെ കാളച്ചന്ത. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ മനുഷ്യരും കന്നുകാലികളും ഇവിടെ ഒരുപോലെ പ്രയാസപ്പെടുന്നു. ആഴ്ചയിൽ 2 പ്രാവശ്യം നടക്കുന്ന ഈ ചന്തയിൽ നിന്നും
ആയിരക്കണക്കിന് നാൽക്കാലികളെയാണ് ക്രയവിക്രയം നടത്തുന്നത്. മഴയത്തും വെയിലത്തും എല്ലാം സഹിച്ചു നിൽക്കുന്ന നാൽക്കാലികളെയും അവരെ കൊണ്ടുവരുന്ന മനുഷ്യരുടെയും അവസ്ഥ വളരെ ദയനീയമാണ്. ഓരോ ചന്തയിലും ആയിരക്കണക്കിന് രൂപയാണ് പിരിച്ചെടുക്കുന്നത്. മഴയും വെയിലും ഏൽക്കാതെ കന്നുകാലികളെ കയറ്റി നിർത്താൻ ഷെഡുകളോ അവയ്ക്ക് കുടിക്കാൻ കൊടുക്കാൻ ഒരു തുള്ളി ജലമോ ഇവിടെ ലഭിക്കുന്നില്ല. കച്ചവടക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും സ്ഥലമില്ല. ശുചിത്വ പഞ്ചായത്ത് എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന അധികാരികൾ ഒരിക്കലെങ്കിലും ഈ ചന്തയിലൊന്ന് കയറാൻ ഇടയായാൽ ലജ്ജിച്ച് തല താഴ്ത്തുമെന്നതിൽ സംശയമില്ല. അടിസ്ഥാന സൗകര്യങ്ങളും കച്ചവടക്കാർക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സ്ഥലവും ഒരുക്കി തരണമെന്നാണ് കച്ചവടക്കാരുടെ ആവശ്യം. കയറി കിടക്കാൻ ഒരു ഷെഡില്ല. ഇതെല്ലാം ഇങ്ങനെ കിടക്കുന്നുണ്ട്. നോക്ക്, നാല് വഴിക്ക് കിടക്കുന്നു. നോക്കി കന്നാലി, ആന്ധ്ര കന്നാലി വരാറുണ്ട്, മേലെപ്പാളയം കന്നാലി, നേനാപുരം കന്നാലി, കടയം കന്നാലി, എല്ലാ കന്നാലികളും വരാറുണ്ട്. പക്ഷെ വന്നിട്ട് എന്താ കാര്യം? ഒരു പുള്ളി വെള്ളം പോലും കൊടുക്കാറില്ല. ഇപ്പൊ അടുത്ത ആഴ്ച പോലെ തോട്ടി യാതൊരു വെള്ളവും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. നിലമ്പൂർ തേക്കിൽ തീർത്ത അലമാരകൾക്കായി പ്രത്യേക ഷോറൂം ഒരുക്കിയിരിക്കുന്നു. തേക്കിൽ നിർമ്മിച്ച സെറ്റ്, ദിവാൻ കോട്ട്, സ്റ്റീൽ അലമാര, കട്ടിൽ, TV സ്റ്റാൻഡ്, കിച്ചൺ സ്റ്റാൻഡ്, സാരി സ്റ്റാൻഡ്, ടീപ്പോ, 2 കസേരകൾ, 2 തലയിണകൾ എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ഇപ്പോൾ വെറും 40,000 രൂപയ്ക്ക്. ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. JS ഫാഷൻ ജുവല്ലേഴ്സ്, SBT ബാങ്കിന് സമീപം, അഞ്ചൽ. 916 വിലയ്ക്ക് BS ഹോൾമാർക്ക് സ്വർണ്ണം ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം JS ഫാഷൻ ജുവല്ലേഴ്സ്, അഞ്ചൽ. ഫോൺ 9847999874. ഞങ്ങളുടെ സഹോദര സ്ഥാപനം JS വെഡിംഗ് പാലസ്, അഞ്ചൽ. ഒറിജിനൽ പട്ടുസാരികൾ, കേരള സാരികൾ, ലാച്ചുകൾ, ചുരിദാറുകൾ, മേൽത്തരം കമ്പനികളുടെ ഷർട്ടുകൾ, മുണ്ടുകൾ, കിഡ്സ് വെയർ, എല്ലാത്തരം വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. JS വെഡിംഗ് പാലസ്, അഞ്ചൽ. ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പടക്കക്കച്ചവടം തെങ്കാശിയിൽ തകൃതിയായി നടക്കുന്നു. ആവശ്യക്കാർ കൂടുതലും മലയാളികൾ തന്നെ. ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി തെങ്കാശിയിൽ പടക്ക വ്യാപാരം തകൃതിയിൽ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം വരെ മറ്റ് പല കച്ചവടങ്ങളും ചെയ്തിരുന്നവർ തങ്ങളുടെ കടകളുടെ മുൻഭാഗങ്ങൾ പടക്ക കച്ചവടത്തിനായി മാറ്റി. പച്ചക്കറി കടകൾ മുതൽ ബുക്ക് സ്റ്റാളുകൾ വരെ പടക്കക്കടകളായി മാറി. തുടക്കത്തിൽ മെല്ലെപ്പോക്കായിരുന്നെങ്കിലും ദീപാവലി അടുക്കുന്തോറും കച്ചവടം നല്ല രീതിയിൽ നടക്കുന്നുവെന്ന് കച്ചവടക്കാർ തന്നെ സമ്മതിക്കുന്നു. தீபாவளி சேல்ஸ் போன வாரம் வரைக்கும் சுமாராக இருந்துச்சு. இந்த வாரம் திங்கக்கிழமையிலேருந்து பரவாயில்ல. ஆமாம், திங்கக்கிழமையிலேருந்து பரவாயில்ல. புது ஐட்டம்னு சொல்லி ஒவ்வொரு கம்பெனிலையும் ஒவ்வொரு மாய்க்கு போட்டுட்ருக்காங்க. ஒரு சில கம்பெனிகளில் வந்து ஷார்ட் ஐட்டத்தில் மல்டி ஷார்ட்ஸ் போட்டிருக்காங்க. ரெகுலர் ஐட்டம் தான். அதில் ஒன்றும் பெரிய வித்தியாசமாக சொல்லக்கூடிய அளவில் வேறு ஒன்றும் இல்லை. ஆமாம், ரெகுலர் ஐட்டம். ப்ரைஸ் வந்து போன வட்டத்து ரேட்லேருந்து ஒரு 5% to 7% ரேட்டு கூடியிருக்கு. அது வந்து ஒரு 50% வெரைட்டிஸுக்கு வந்து அதே மாதிரி ரேட்டு கூடியிருக்கும். இன்னும் 50% ரேட்டு பழைய ரேட்டு தான். ஆமாம்,
போன வெடிகளோட பேருன்னு சொல்லி எடுத்தாச்சுன்னு சொன்னால் கிட்டத்தட்ட அதில் ஒரு நூற்றுக்கணக்கான வெரைட்டிஸ் இருக்குது. ஆமாம், அதில் வந்து மல்டி ஷாட்ஸ் இருக்குது. அப்புறம் வந்து அதில் வந்து 30 ஷாட் இருக்குது, 12 ஷாட் இருக்குது, அப்புறம் வந்து 60 ஷாட் இருக்குது, 240 ஷாட் வரைக்கும் இருக்குது அதில். அப்புறம் சிங்கிள் ஷாட்லேயே நிறைய வெரைட்டிஸ் இருக்குது. அதில் ராக்கெட்டில் ஏகப்பட்ட கிட்டத்தட்ட வந்து ஒரு 5 வெரைட்டிஸ் இருக்குது. லூனிக் ராக்கெட்னு சொல்லி ஒரு ராக்கெட் இருக்குது. அப்புறம் வந்து 3 ஃபார்ம் ராக்கெட்னு இருக்குது. அப்புறம் கலர் ராக்கெட்டுன்னு இருக்குது. அப்புறம் வந்து கலர் ஃபார்ம் ராக்கெட்டுன்னு சொல்லியிருக்கு. ஆமாம், கேரளாவிலேருந்து நிறையா பேர் வராங்க. நிறையா கஸ்டமர் எங்கள் கடைக்கே நிறையா கஸ்டமர் இருக்காங்க. வருஷம் முழுக்க எங்களுக்கு படக்கம் வியாபாரம் உண்டு. வருஷம் முழுக்க எங்கள்கிட்ட வந்து சரக்கு வாங்கிட்டு தான் இருக்காங்க. இந்த வட்டமும் எப்போதும் போல வந்துக்கிட்டு தான் இருக்காங்க. തമിഴ്നാട്ടുകാരെ പോലെ തന്നെ മലയാളികളും പടക്കം വാങ്ങുന്നതിൽ കുറവ് വരുത്തുന്നില്ല. വർഷങ്ങളായുള്ള സ്ഥിരം മലയാളി ഉപഭോക്താക്കൾ തങ്ങൾക്കുണ്ടെന്നാണ് ഉടമകളുടെ വാദം. കേരളത്തിന്റെ കിഴക്കൻ തോട്ടം മേഖലയിൽ ധാരാളമായി തമിഴ് വംശജരുണ്ട്. ഇവരെ കൂടി മുന്നിൽ കണ്ടാണ് തെങ്കാശിയിലെ പടക്ക വ്യാപാരം. വ്യത്യസ്ത ഇനം പടക്കങ്ങൾ ഇത്തവണത്തെ ആകർഷകമാണെന്നും വ്യാപാരികൾ പറയുന്നു. പടക്കം വാങ്ങാൻ എത്തുന്നവരോട് പുതിയ പടക്കങ്ങളെപ്പറ്റി വിവരണം നൽകാൻ തന്നെ പ്രത്യേകം ആളുകളുണ്ട്. ചൈനീസ് പടക്കങ്ങൾ ഇത്തവണ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. അപകടകരമാം വിധം വെടിമരുന്ന് ഉപയോഗിക്കുന്ന പടക്കങ്ങളുടെ എണ്ണവും കുറവ്. കൊച്ചുകുട്ടികളെ ആകർഷിക്കുന്ന പടക്കങ്ങളാണ് കൂടുതൽ വിറ്റുപോകുന്നതെന്നും കച്ചവടക്കാർ പറയുന്നു. എന്നാൽ വിലയുടെ കാര്യത്തിൽ തമിഴ്നാട്ടിൽ വലിയ വ്യത്യാസങ്ങളൊന്നും കാണാനില്ല. സാമാന്യം നല്ല വില തന്നെ പടക്കത്തിന് തമിഴ്നാട്ടിലും കൊടുക്കേണ്ടി വരുന്നു. എന്നാൽ ദീപാവലി അടുക്കുംതോറും പടക്കത്തിന്റെ വിൽപ്പന അനുസരിച്ച് വില കുറയും എന്നതാണ് വിപണിയുടെ രീതി. ന്യൂസ് ബ്യൂറോ, തെന്മല. ദീപാവലി ആഘോഷങ്ങൾ മുന്നിൽ കണ്ട് അനധികൃത പടക്കക്കടത്ത് തടയാൻ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനമാക്കി. ചെറുവാഹനങ്ങൾ പോലും കർശന പരിശോധനകൾക്ക് വിധേയമായാണ് ചെക്ക് പോസ്റ്റ് കടക്കുന്നത്. ദീപാവലിക്ക് മലയാളികൾ കൂടുതലായും പടക്കത്തിനെ ആശ്രയിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ. എന്നാൽ സ്വന്തം ആവശ്യങ്ങൾക്കാണെങ്കിൽ പോലും അധിക അളവിൽ പടക്കങ്ങൾ കേരളത്തിലേക്ക് അതിർത്തി കടത്തുന്നവർ ഇത്തവണ നിരാശപ്പെടേണ്ടി വരും. അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ്. അളവിൽ കൂടുതൽ പടക്കങ്ങളായി വരുന്ന വാഹനങ്ങൾ അധികൃതർ കസ്റ്റഡിയിലെടുക്കുന്നുണ്ട്. പിഴ ചുമത്തിയാണ് പിന്നെ അതിർത്തി കടത്തുക. ചരക്ക് വാഹനങ്ങൾ മുതൽ ചെറുവാഹനങ്ങൾ വരെ കർശന പരിശോധനകൾക്ക് വിധേയമാക്കിയ ശേഷമേ അതിർത്തി കടത്തുവെന്ന് അധികൃതർ തന്നെ വ്യക്തമാക്കുന്നു. മുൻ വർഷങ്ങളിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിരവധി ലോഡ് പടക്കങ്ങൾ കേരളത്തിലേക്ക് അതിർത്തി കടന്നിരുന്നു. എന്നാൽ ഇത്തവണ അതിന് തടയിടാനാണ് അധികൃതരുടെ തീരുമാനം. ഇതിനാൽ തന്നെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല. കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആര്യങ്കാവ് വനമേഖലയിൽ ചന്ദനക്കടത്ത് വ്യാപകം. 3 ചന്ദനമോഷ്ടാക്കൾ പിടിയിൽ. പുനലൂരിൽ വാഹനാപകടം. ബൈക്കും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. ദീപാവലി ആഘോഷത്തിന് നാടൊരുങ്ങി. പടക്ക വിപണി സജീവം. അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും livevarta.com സന്ദർശിക്കുക. നമസ്കാരം. വാർത്തയ്ക്കുള്ളിലെ കാഴ്ചകൾ, കാഴ്ചയുടെ കാണാപ്പുറങ്ങൾ, കാണാപ്പുറങ്ങളിലെ നർമ്മരസങ്ങൾ. പോയ ആഴ്ചയിലെ വാർത്തകളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം, ആഴ്ചവട്ടം കാണാൻ മറക്കരുത്. പറഞ്ഞാലും നേരും പറയണം. ഓരോന്നു തോന്നിയ നന്നല്ല. നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം. എല്ലാരും മാവേലിമാരല്ല. നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല.